moment I saw you, I knew I had to make you mine. Wanted to know everything about you. I didn't want to waste no time. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ലക്കിടി വ്യൂ പോയിന്റിലാണ്. ഞാൻ കൽപ്പറ്റ വന്നതായിരുന്നു. നമ്മുടെ കടുപ്പം തേയിലപ്പൊടി ദുബായിലെ ഡീലർഷിപ്പ് ചോദിച്ചിട്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. സാമ്പിൾ കൽപ്പറ്റ എത്തിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചുതരാം. ഇപ്പോൾ ഞാൻ ഇന്നത്തെ പ്ലാന് നമ്മൾ വൈത്തിരിയിൽ നിന്ന് കുറച്ച് ഉൾപ്രദേശങ്ങൾക്കൂടെ ഇങ്ങനെ ഒരു റൈഡ് പോകാനുള്ളൊരു പ്ലാനാണ്. സുഗന്ധഗിരി എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. ശ്രമിച്ചു നോക്കും, പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പോകും. കാലാവസ്ഥ ഇന്ന് മഴയാണ്. ഇപ്പോൾ ഈ ലക്കിടി വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ഭാഗത്തേക്ക് നല്ല വെയിലും ഈ മലൻ്റെ മുകൾ ഭാഗത്തേക്ക് കാർമേഘം മൂടിയിട്ടുള്ളൊരു കാലാവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഇവിടെ വന്നപ്പോൾ വൈത്തിരി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ വ്യൂ പോയിന്റിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നതാണ്, ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം സാധാരണ ഇവിടെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ബസ്സിലായിരിക്കും അല്ലെങ്കിൽ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇറങ്ങാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ഞാൻ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾ കുറേ കുറഞ്ഞു. ഇപ്പോൾ ഏതായാലും ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് വേറൊരു ചെറിയൊരു സങ്കടകരമായ ഒരു വാർത്ത. നമ്മുടെ യാത്രാ ദിൽഷാദിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അവരുടെ നാട്ടുകാരും ഇട്ടതായിരുന്നു. ഞാൻ അവന് ട്രോളാൻ വേണ്ടിയിട്ടിട്ട ഒരു പോസ്റ്റ് ആയിരിക്കുന്നു. പക്ഷെ അതായിരുന്നില്ല. യഥാർത്ഥത്തിൽ അവനെ മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിയില്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല ഇതുവരെ. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എന്നെ കൂടി ഒന്ന് അറിയിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. ഞാൻ വൈത്തിരി എത്തി. പക്ഷെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്ട്രോങ് മഴ. ഇവിടെ പിന്നെ പൊതുവേ നല്ല മഴ പെയ്യുന്നൊരു സ്ഥലമാണ്. ലക്കിടിയിലൊക്കെ സമയത്ത് നിന്നാണെങ്കിലും നല്ല കോട മൂടിയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മഴ കൂടുതലായിട്ട് പെയ്യുന്ന സ്ഥലമാണ്. ഞാനിവിടെ വന്നിട്ട് ഇവിടെ കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഞാൻ കടക്കാരോട് ഇങ്ങനെ ചോദിച്ചു, സുഗന്ധഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് പോകാൻ കുഴപ്പമൊന്നുമില്ല, വഴിയുണ്ട്, 2 വഴിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് അവസാന പോയിന്റാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റാണ്. പിന്നെ ആനയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പം മഴയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഭയങ്കര അട്ടയാണ്, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഇപ്പോൾ ഈ ദിൽഷാദിൻ്റെ പ്രശ്നം കേട്ടിട്ട് ഒറ്റ പോകാനൊരു പേടി. എന്താ ദിൽഷാദിന് എന്താ സംഭവിച്ചെന്ന് അതിങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. സത്യം എനിക്ക് വീഡിയോ എടുക്കാനൊരു മൂടുമില്ല. അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താണ് പറ്റിയെന്നൊരു വിവരമല്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അവൻ വന്നാൽ മതിയായിരുന്നു. അതാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. മഴ ചെറുതായിട്ടൊന്ന് സ്ലോ ആയി, പക്ഷേ മഴ പൂർണ്ണമായിട്ട് നിന്നിട്ടില്ല. ഈ മഴയത്ത് നമ്മൾ സുഗന്ധഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് പോകുന്ന വഴിക്ക് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് തന്നെ പോകണം. എന്നാലേ മാത്രമേ നമുക്ക് ആ യാത്രേൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഒരുപാട് കാണേണ്ട സ്ഥലങ്ങൾ ആ പോകുന്ന വഴികളും മറ്റും ഒക്കെയാണ്. പക്ഷെ നമ്മൾ ഈ മഴയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇന്ന് നമുക്ക് വൈത്തിരിൻ്റെ പരിസരത്തുള്ള ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ ഒക്കെ ഇങ്ങനെ പോകാൻ പറ്റും. മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്കിതിലൂടെ പോകാം. ഇപ്പോൾ ഈ വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലമാണ്. അതായത് കോഴിക്കോട് ടു മൈസൂർ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ വയനാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ലക്കിടി വയനാടിൻ്റെ കവാടം കടന്നകത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം സ്വീകരിക്കുന്ന ഒരു ടൗണാണ് ഈ വൈത്തിരി എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് റിസോർട്ട്സുകൾ, ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. കാരണം അത്രയ്ക്കും ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കടകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രകൃതിൻ്റെ നല്ല കാഴ്ച വിരുന്ന് നമുക്ക് കിട്ടും. അതായത് മലനിരകൾ, മഞ്ഞുമൂടിയ മലകൾ, തേയിലത്തോട്ടങ്ങൾ,
കാപ്പിത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിയുടെ മറ്റ് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത്. ഞാനേതായാലും വൈത്തിരി നിന്ന് പടിഞ്ഞാറത്തറ റോഡിലേക്ക് പുറപ്പെട്ടു. സുഗന്ധഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ്. ഇപ്പൊ സമയം ഏകദേശം 4 മണി സമയമായി. അത് മാത്രമല്ല നല്ല മഴയല്ലേ. മഴ സമയത്ത് ഫോറസ്റ്റിലൂടെയുള്ളൊരു റൈഡ് ഒഴിവാക്കാൻ വിചാരിച്ചു. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലൂടെയൊക്കെ ഒന്ന് പോണത്. അപ്പൊ നമുക്ക് ഈ റൂട്ടിലൂടെ ഇങ്ങനെ പടിഞ്ഞാറത്തറ പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. മഴ നനഞ്ഞ് പച്ചപ്പായിട്ട് കിടക്കുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. എന്തെങ്കിലുമൊക്കെ കിട്ടും, പോയി നോക്കാം. ഇവിടുന്ന് ഏകദേശം 10-20 കിലോമീറ്റർ കൂടുതലുണ്ട് പടിഞ്ഞാറത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇഷ്ടം പോലെയാണ്. ഇപ്പം വൈത്തിരിന്ന് ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. പൂക്കോട് ലേക്ക്, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ടീ മ്യൂസിയം ഉണ്ട്. പറ്റിയാൽ അതൊന്ന് വെറുതെ വിസിറ്റ് ചെയ്യാം. ഏതായാലും നമ്മൾ തേയിലപ്പൊടി ബിസിനസ് ഒക്കെ ചെയ്യണമല്ലോ. ഒരു ചായപ്പൊടിന്റെ പ്രോസസ്സിങ് എങ്ങനെയാന്നുള്ളത് നമുക്ക് ഫാക്ടറികളിലൊന്നും പോയി കാണാൻ പറ്റില്ല. മ്യൂസിയങ്ങളിൽ പോയി കഴിഞ്ഞാലും അതൊരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും ജസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് പറ്റുകയാണെങ്കിൽ അതൊന്നും കാണാം. അത് ക്ലോസ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇങ്ങനെ കുറച്ച് ദൂരം പോയി നോക്കാം. കുറച്ചും കൂടെ വന്നപ്പോൾ ഞാൻ നിർത്തി. ഇവിടെ വെച്ച് എസ്റ്റേറ്റ് തുടങ്ങാണ്. ഫുൾ തേയിലത്തോട്ടങ്ങളാണ്. അതായത് മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റും. തേയിലത്തോട്ടങ്ങൾ കുറേ ഭാഗം, അതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള മലൻ്റെ മുകളിൽ ചെറിയൊരു ലയം, എസ്റ്റേറ്റ് ലയമൊക്കെ കാണാം. അതിൻ്റെ പുറകിൽ ഫോറസ്റ്റ്, അതിൻ്റെ പുറകിൽ വലിയൊരു മല കാണാം. അതിൻ്റെ മുകളിലൊക്കെ മഞ്ഞും കൂടി നിൽക്കുന്നത്. നല്ല മഴ പെയ്ത് നല്ല തണുത്തൊരു കാലാവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ പോകുന്നത്. തേയിലത്തോട്ടം കുറേ ദൂരത്തേക്കുണ്ട്. അവിടെ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അതിൻ്റെ മുകളിലൂടെ ഒരു സിപ്പ് ലൈൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു സിപ്പ് ലൈനിൻ്റെ ഒരു സംഭവമാണ്. ഇപ്പോൾ വർക്കിംഗ് ആണോ എന്നുള്ളത് അറിയില്ല, പക്ഷെ അതിൻ്റെ കാണാം. അത് തേയിലത്തോട്ടത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഇനി മഴ പെയ്തുകൊണ്ടതാണോ എന്നറിയില്ല, മഴ പെയ്തതിന് ശേഷമുള്ള ഒരു ഭംഗിയാണോ എന്നറിയില്ല. നല്ല രസമുണ്ട് ഇതിലോട്ട് എന്തായാലും പോകാൻ. അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഇവിടെ സൈഡിലുണ്ട് പുഴ ഒഴുകുന്നുണ്ട്. ഒരു പുഴ എങ്ങനെ ഒഴുകുന്നു. അപ്പുറത്തേക്ക് നല്ല തേയിലത്തോട്ടങ്ങളാണ്. ഒരു മല, വലിയൊരു മല കാണാം. ഏതാ സ്ഥലം? ഏതാണ് സ്ഥലത്തിൻ്റെ പേരറിയില്ലല്ലോ. നോക്കട്ടെ. പൊഴുതന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് എത്തിയിട്ടുള്ളത്. ചെറിയൊരു ടൗണാണ്. എസ്റ്റേറ്റ് മേഖലയാണ്. കുറേ കടകളും ഒക്കെയുള്ള സ്ഥലം തന്നെയാണ്. എസ്റ്റേറ്റിൻ്റെ നടുക്കുള്ള ടൗൺ. വീടാണോ അത്? യെസ്. പുഴൻ്റെ കുറുകെയുള്ള പാലം. അച്ചൂർ എസ്റ്റേറ്റ്. അച്ചൂരിലാണ് ആ ഫാക്ടറി ഉള്ളത്. ടീ മ്യൂസിയമുള്ള ഫാക്ടറി ഉള്ളത്. ഇപ്പം നിലവിലുണ്ടോയെന്നുള്ളതൊന്നും അറിയില്ല. പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ കാണാം. ഇല്ലെങ്കിൽ ആൾക്കാരും ചോദിച്ചു. ടീ മ്യൂസിയം ആൻഡ് ടീ ഫാക്ടറി വിസിറ്റ് മുമ്പോട്ടാണെന്ന് തോന്നുന്നു. അതൊന്ന് പോയി നോക്കാം, പറ്റുവാണെങ്കിൽ കാണാം. ഈ മഴയത്ത് തണുപ്പത്ത് കുറേ അമ്മമാർ ചപ്പറിക്കുന്നുണ്ടോ? അവിടെ റോഡ് മാനന്തവാടി 33, കരുവണ 23, പടിഞ്ഞാറത്തറ 15 കിലോമീറ്റർ. ഓക്കെ, ടി വി സി എവിടെയാണ്? ബോർഡുണ്ടല്ലോ, നോക്കിയിട്ട് പോവാം. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പോകണം. ഞാൻ ടി മ്യൂസിയത്തിൻ്റെ പോകാം.
ഇതാണ് അച്ചൂര് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, പാലം കടന്ന് അങ്ങോട്ടാ പോകുന്നത്. സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന റോഡാണ് പോകുന്നത്. ഇതാണ് ഗൈസ് അച്ചൂര് എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് ടീ മ്യൂസിയം. ഇവിടെ ഫാക്ടറി ഉണ്ട്, അതന്നെ ടീ മ്യൂസിയം. ടീ മ്യൂസിയം ഇവിടെ എന്താ ഉള്ള ചായ കൂടിയൊക്കെ ആണെന്ന് തോന്നുന്നു. ടീ മ്യൂസിയം ബസ്. സംഭവം ഒരു ടീ മ്യൂസിയം മാത്രമാണ്. നമ്മൾ ഫാക്ടറി വിസിറ്റ് എന്ന് വിചാരിച്ചു. ഇവിടെ ഫാക്ടറി വിസിറ്റിംഗ് ഒന്നുമില്ല. നമ്മളിവിടെ ഒരു 50 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇത് ടീ മ്യൂസിയം ആണ്. ഇവിടെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ടീ. നമ്മൾ ഇത് എഡ്യൂക്കേഷണൽ പർപ്പസാണ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ മ്യൂസിയം തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം തേയിലപ്പൊടിൻ്റെ ഉത്ഭവം മുതൽ അതിൻ്റെ ഉള്ള ഓരോ ഹിസ്റ്ററികളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോട്ട്സ് ആയിട്ടാണുള്ളത്. നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അല്ലാതെ അവിടെ ഗൈഡൻസോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വരും. അപ്പോൾ നമ്മളവിടെ കാണാം ഹിസ്റ്ററി ആൻഡ് ഒറിജിൻ ഓഫ് ടീൻ്റെ ഉത്ഭവം അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വായിച്ച് മനസ്സിലാക്കണം. 1689 Irrigation records that tea was taken by the British Surat without sugar. നമ്മൾ തേയിലിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ മ്യൂസിയം ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഫാക്ടറി വിസിറ്റോ തേയിലപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നതൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇവിടെ തേയിലിൻ്റെ ഉൽപ്പാദനം, അതായത് ആദ്യമായിട്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് തേയില ആദ്യം കണ്ടുപിടിച്ചത്, അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നീട് അത് എങ്ങനെയൊക്കെ അത് പരിണമിച്ച് വളർന്നു, പിന്നീട് അത് എങ്ങനെ മാർക്കറ്റ് പിടിച്ചു, എങ്ങനെ കൾട്ടിവേഷൻ തുടങ്ങി, എങ്ങനെ തേയിലപ്പൊടി ഉൽപ്പാദിപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിനുപയോഗപ്പെടുത്തിയ പഴയകാലത്തെ പുരാതന കാലത്തെ മിഷനറീസ് അതൊക്കെ കുറച്ചുകൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് നമുക്ക് വേറെ ഇവിടെ ഗൈഡൻസോ അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ ആ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന നോട്ട്സ് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ കെട്ടിടം ഒരു പഴയ ഫാക്ടറിയാണ്. ഈ ഫാക്ടറി പിന്നീട് ഇങ്ങനെ ഒരു മ്യൂസിയം ആയിട്ട് മാറ്റിയതാണെന്ന് തോന്നുന്നത്. കാരണം ഒരു ഫാക്ടറി കെട്ടിടമാണ് ശരിക്കും ഇത്. അതിൻ്റെ അകത്ത് ഈ ഒരു മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വരുന്നവർക്ക് കാണാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തേയിലിനെ കുറിച്ച് അറിയണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയിട്ടുള്ള അവർക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നതൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഇവിടെ കാണുന്ന എല്ലാ ബാനറുകളും പോസ്റ്ററുകളൊക്കെ നമുക്ക് വായിച്ചാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് കൂടുതലായിട്ടും സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ എസ്റ്റേറ്റ് ഗ്രാമങ്ങളുടെ മാതൃകയിലുള്ള ചെറിയൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഗ്രാമത്തിൻ്റെ ഒരു മാതൃകയൊക്കെ ഇവിടെ രൂപീകരിച്ച് കണ്ണാടിക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് VIP സന്ദർശിച്ചതിൻ്റെയൊക്കെ കാണാം. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ മുകളിൽ കാണുന്നത് പുരാതന കാലത്ത് ആദ്യമായിട്ട് തേയിലപ്പൊടികൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന സമയത്ത് അവരുപയോഗിച്ചിരുന്ന മിഷനറീസ്, അന്നത്തെ ഒരു മിഷനറീസുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. അതെന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഗൈഡൻസ് ഇല്ല, നമ്മൾ ജസ്റ്റ് ഒക്കെ കണ്ട് മനസ്സിലാക്കുക. പിന്നെ നല്ല നീറ്റായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൂടെ നല്ല തടി കൊണ്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് എല്ലാ പഴയകാലത്തെ പുരാതന സാധനങ്ങൾ എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ തേയിലത്തോട്ടങ്ങളിൽ കീടനാശിനികൾ മരുന്നൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻസൊക്കെ ഇവിടെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. ഇതൊക്കെ ആദ്യകാലങ്ങളിലൂടെ തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ചായ കാച്ചിയെടുക്കുന്ന സമാവർ പഴയ കാലത്തെ, അതായത് വിറക് കത്തിച്ചിട്ട് ഉള്ളിലേക്ക് ഇടുന്ന ആ ഒരു ടൈപ്പ് സമാവറുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ഇവിടെ മ്യൂസിയത്തിൽ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ്സ്റ്റെയറും കൂടെ ഉണ്ട്. പിന്നെ പഴയകാലത്തെ മിഷനറീസൊക്കെ റിപ്പയറൊക്കെ ആയി കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന ടൂൾസ്, വലിയ സ്പാനറുകളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപാട് പഴയ കാലത്തെ കമ്പ്യൂട്ടർ, മോണിറ്റർ, ടെലിവിഷന്, പഴയ കാലത്തെ VCR വീഡിയോ കാസറ്റുകൾ അതൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ ടാപ്പ് റെക്കോർഡറൊക്കെ ഉണ്ട്. ടാപ്പ് റെക്കോർഡറിൽ നമ്മൾ പാട്ട് കേൾക്കാൻ ഉപയോഗിച്ചിരുന്ന കാസറ്റുകളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കാണാം. സ്പീക്കർ ഫോർ 16mm പ്രൊജക്ടർ, പഴയ പെട്ടി,
ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിൻ്റെ മൂന്നാമത്തെ നിലയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കഫ്തീരിയാണുള്ളത്. ഇവിടെ അച്ചൊരു ഫാക്ടറിയിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചായപ്പൊടികളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും അവിടുന്ന് വാങ്ങിക്കാനൊക്കെ പറ്റും. ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകളെ കൂടുതലായിട്ട് പ്രതീക്ഷിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം. ഇവിടെയുള്ള ടീ എന്തൊക്കെയാണ് വെറൈറ്റീസ് എന്നുള്ള ബോർഡൊക്കെ അവിടെ കൃത്യമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ടീ ടേസ്റ്റ് ചെയ്യാം, ആവശ്യമുള്ള ചായയൊക്കെ മേടിച്ചിട്ടൊക്കെ പോകാം. പക്ഷേ വിസിറ്റേഴ്സൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ വന്ന സമയം അങ്ങനെയാണുള്ളത്. ഞാൻ മ്യൂസിയം കണ്ട് പുറത്തിറങ്ങി. അതായത് നമ്മൾ ജസ്റ്റ് അതിനുള്ളിൽ കയറിയിട്ട് നമ്മൾ തന്നെ പോയിട്ട് കണ്ട് മനസ്സിലാക്കുക, അല്ലാതെ അവർ പറഞ്ഞു തരുന്ന അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അവരത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 50 രൂപയ്ക്ക് ഗൈഡൻസ് ഒന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞത്. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ആരും അവിടെ വന്ന് കണ്ടുപോകണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. അവിടുത്തെ സ്റ്റാഫിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പെരുമാറ്റം, നമ്മളോട് ചടപ്പിക്കുന്ന പോലെ. ശരി, അത് പോട്ടെ. നമ്മളിനി അവിടുന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. നമ്മൾ പടിഞ്ഞാറത്തറ റൂട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. കർലാട്ട് ലേക്ക് അങ്ങനെയുള്ള എന്തൊക്കെയോ സ്പോട്ടുകളുണ്ട്. പിന്നെ ഡാം സൈറ്റൊക്കെ ഉണ്ട്. ഡാം സൈറ്റൊന്നും നമ്മളെന്തായാലും പോകുന്നില്ല. മഴ തുടങ്ങി, നല്ല മഴയാട്ടോ. മഴയാണ് വലിയ വിഷയം. എന്തായാലും നമുക്ക് കുറച്ച് പോയി നോക്കാം. തരുവണ പടിഞ്ഞാറത്തറ ബോർഡ് വെച്ചിരിക്കുന്നു. ഞാൻ അവിടുന്ന് കുറച്ച് ദൂരം വന്നപ്പോൾ മഞ്ഞൂറ എന്നുള്ള സ്ഥലത്തെത്തി. ഇത് മറ്റേ ബനാസുര ഡാമിൻ്റെ ബാക്ക് വാട്ടർ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കമ്മിയാണ്. അതിൽ ചെറിയൊരു ബോട്ടൊക്കെ പോകുന്നുണ്ട്. മീൻപിടുത്തക്കാരായിരിക്കും. ചിലപ്പോൾ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറുന്ന സ്ഥലമായിരിക്കും. ആ ഭാഗത്തേക്ക് നല്ല മലയാണ് കേട്ടോ, നല്ല കാടുമാണ്. ആ മുകളിലേക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ മുകളിലോട്ട് മലയൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും തെളിയുന്നില്ല, മഞ്ഞ് മൂടിയ പോലെ ആയിട്ട്. ഒരു അടിപൊളി സ്പോട്ടാണിത് എന്ത് പറഞ്ഞാലും. അപ്പുറത്തെ സൈഡിലേക്ക് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ്. പോകുന്നതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ലേക്കിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് ലേക്കിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. നല്ല സൂപ്പർ സ്ഥലമാണ്. ഓക്കെ, മഴ പെയ്ത് KICB-കാരൊക്കെ ഭയങ്കര വർക്കിലാണ്. മഴക്കാലത്ത് അവരുടെ കാര്യം കഷ്ടമാണ്, ഭയങ്കര പണിയായിരിക്കും. മരം കൊടിഞ്ഞ് വീണ്ടെന്ന് തോന്നുന്നു ലൈനിൽ കൂടെ.
ഇവിടെയൊക്കെ ബസ്സാത്തിരിക്കാൻ എന്തൊരു രസമായിരിക്കും അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ബസ് വെയിറ്റിംഗ് ഷെഡാണ്. ഇതിൻ്റെ പുറകിലേക്കുള്ള വ്യൂ ഉണ്ടല്ലേ, എന്തല്ലേ സൂപ്പർ. ഞാൻ അവിടുന്ന് കുറച്ച് ദൂരം കൂടെ അങ്ങ് വന്ന്, ഇത് നമ്മുടെ ബാണാസുര ഡാമിൻ്റെ ഒരു ഭാഗം തോന്നുന്നു. കാച്ച്മെൻറ്റ് ഏരിയ ആണോ അതോ എപ്പോഴാണോ അപ്പുറമാണോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. ഏതായാലും വെള്ളമൊക്കെ കുറവാണ്, നല്ല സീനറിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്ന് നിന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഞാൻ പോകാൻ വെച്ചാൽ സമയം ഏകദേശം നല്ല സമയമായി, 5 മണിയായി. ഇനിയിപ്പോൾ നമുക്ക് എവിടെയും പോകാൻ ടൈമില്ല. ഓക്കെ, 5 മണിയല്ല, 5:30 കഴിഞ്ഞു. അപ്പോൾ 5:45 ഇനി തിരിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്നുമില്ല. ഒന്നാമത് ഒരു വീഡിയോ എടുക്കാനൊരു മൂഡ് കിട്ടുന്നില്ല. ദിൽഷാദിൻ്റെ ആ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. അത് മാത്രമല്ല, ഞാൻ ഇന്നത്തെ ഈ വരവിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് അച്ചൂരുള്ള ടീം മ്യൂസിയത്തിൽ കയറിയതാണ്. അതിന് അപ്രോച്ച് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ രണ്ടാമത്തെ ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വരുന്ന പോലെ. അത് ഒരാളായിട്ടാണ് സംസാരിച്ചത്, അത് കയറുമ്പോൾ ഉണ്ടായിരുന്ന പയ്യനായിട്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ അത് സ്കിപ്പ് ചെയ്യായിരിക്കും നല്ലത്. ഇതിലേക്ക് വരുന്ന ആൾക്കാർ അവിടെ അത്ര ഒന്നുമില്ല, പഠനാർഹമായ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഈ തേയിലിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മുടെ തേയില ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കടുപ്പം മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഞാനിവിടുന്ന് പോവാണ്. ഓക്കെ, ബൈ.